ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഞാൻ ടെറസിൽ കയറി നോക്കിയ സമയത്ത് നമ്മുടെ ഈ ഒരു ബോഗൺവില്ല നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ. എന്നും കയറാറുണ്ട്, പക്ഷേ ഈ 2 ദിവസമായിട്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. മോനായിരുന്നു നനയ്ക്കൽ ചെടി. അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയ ശേഷം അന്നേരം വൈറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ പൂവിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് മറ്റൊന്നും പൂട്ട സമയത്ത് പൂടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഇതേപോലെ ഒരു ചീരാമുളകിൻ്റെ മരം ഉണ്ട്. ഞങ്ങൾ ചീരാമുളക് എന്നാണ് കേട്ടോ പറയാം. ഞങ്ങളുടെ ഭാഗത്ത് ചീരാമുളക് എന്ന് പറയാം. ചീര പറങ്കി, ചീരാമുളക് എന്നൊക്കെ പറയാം. അത് ഫുള്ള് പക്ഷികൾ കഴിക്കലാണ് കേട്ടോ അതിൻ്റെ കായ. പിന്നെ ഇവിടെ ഈ ഒരു ഇതുപോലത്തെ ഈ ഒരു മുളകും കൊണ്ട് ഇത് താഴെയാണ്, മറ്റേ മേലെയായിരുന്നു. അത് ഫുള്ള് പക്ഷികളാണ് കഴിക്കുക. ഇതിനെന്താ പറയുക, മുന്തിരി മുളക് എന്നാ പറയുക ഞങ്ങൾ. നല്ല എരിവാണ് കേട്ടോ. പക്ഷെ ഇവിടെ ആരും അധികം മുളകൊന്നും കൂട്ടൂലെങ്കിലും എനിക്കിതൊക്കെ ഇങ്ങനെ കുഴിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വേറെ പല സാധനങ്ങളും ഞാൻ കുഴിച്ചിട്ടുണ്ട്. മുളകിൻ്റെ കുറേ വെറൈറ്റികൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം അവിടെ ആ ചട്ടി തന്നെ ഒരു ബോഗൺവില്ല കട്ട് ചെയ്ത സമയത്ത് ഞാൻ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. വിചാരിച്ചാൽ ഊഞ്ഞാലിൽ അവിടെ കയറിപ്പോയി നല്ല രസം ഉണ്ടാവുന്നു. പിന്നെ അവിടെ തന്നെ വെച്ചാൽ മതി വിചാരിച്ചു. പിന്നെ ഇപ്പം ഈ കണ്ട മുളകുണ്ടല്ലോ, ഈ മുളക് പിരിമുളകാണ് കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലി മുളകാണത്. ഞാനത് വാങ്ങിയ സമയത്ത് ഇവിടെ വാങ്ങാറുണ്ട് നമ്മളതിൻ്റെ കൂടെ. ആ വിത്തൊന്ന് പാകിയിട്ടതായിരുന്നു. പിന്നെ ഇത് വെള്ളകാന്താരി. അപ്പോൾ കുറേ പ്രാവശ്യം കായ ഉണ്ടായി കഴിഞ്ഞതാണ് എമ്മിൽ. ഈ കായൊക്കെ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഉപ്പിലൊക്കെ ഇടുമ്പോൾ അതിലിട്ട് വെക്കും. പിന്നെ അരയ്ക്കാൻ വേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഉണ്ടോ അതേപോലത്തെ ഒരു മത്തൻ മുളക് ഒരു മുളകുണ്ട് കേട്ടോ ഇവിടെ. എന്താ പറയുക, നല്ല രസം, നിറച്ച് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പൂട്ട് വരുന്നേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ ഈ ഒരു വയലറ്റ് മുളക്, ഇതൊക്കെ പിന്നെ കുറേ പേർക്ക് വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിത്തും അല്ലാതെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല രസമാണ് ഇങ്ങനെ കായ്ച്ച് കിടക്കുന്ന കാണാൻ. നല്ല എരിവുമാണ് കേട്ടോ. കാണാൻ ഭംഗി മാത്രമല്ല, നല്ല എരിവും ഉണ്ടായിരുന്നൊക്കെ. നമ്മൾ തന്നെ ഒരു ഇതൊക്കെ കുഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പം അതൊരു പ്രത്യേക ഫീലാണ്. ഇപ്പോൾ ഏത് സാധനമായാലും, ചെടി ആയിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, എന്തായാലും എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് എൻ്റെ അഭിപ്രായം. നമുക്ക് ഇതിനായിട്ടൊരു പ്രത്യേക സമയമൊന്നും കിട്ടില്ല. ഉള്ള സമയത്ത് നമ്മളിതൊക്കെ ചെയ്യുക. എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. കുറേ സമയം ബാക്കിയായിട്ടൊന്നുമല്ല. അപ്പം ഉള്ള സമയത്ത് ഇതൊക്കെ ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഒരു ഗോൾഡൻ പപ്പായ എന്നൊരു പപ്പായാണ് കേട്ടോ അത്. പിന്നെ അതേപോലെ അതിൻ്റെ പേര് എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ആപ്പിൾ ചാമ്പ, പേരക്ക, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് എൻ്റെ കൃഷീൻ്റെ ഏരിയ കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് നട്ടേക്കുക. ഇന്നലെ ഞാൻ കുറച്ച് പയറും അതേപോലെ പാലക് മല്ലിയൊക്കെ പാകിയിട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം പാകി മുളച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് പോയി. പിന്നെ ഇന്നലെ ഞാൻ കണ്ട വീഡിയോയിൽ പറിച്ച് കളഞ്ഞ ചെടിയാണ് കേട്ടോ അത്. ഇപ്പോൾ പൊടിയായി, ഇലമ്മ പൊടി പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു അഗ്ലോണിമ, ഇവിടെ 2 സൈസ് അഗ്ലോണിമ അവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. നിലത്ത് തന്നെ വെച്ചിട്ടുള്ളത്. ആവശ്യക്കാർക്ക് പറിച്ചിട്ട് അയച്ചു കൊടുക്കുക ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു മുറ്റത്തിൻ്റെ ആ ഒരു സൈഡ് അങ്ങനെയുള്ളത്. എന്തായാലും മുളകൊക്കെ വാങ്ങുമല്ലോ. കാശ്മീരി മുളകും ബാജി മുളകും ഒക്കെ നമ്മൾ വീട്ടിലിടക്കൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൂത്തൊക്കെ ആണെങ്കിൽ വിത്ത് നമ്മൾ പാകിയിട്ടാൽ മുളച്ചിട്ടുണ്ടാവും കേട്ടോ. അത് മുളച്ച് വരും. അതൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പൊരിക്കൽ ഇതേപോലെ പാകിയിട്ട് ഉണ്ടമുളകിൻ്റെ വിത്തായിരുന്നു കേട്ടോ അത്. അപ്പം ഇത് കണ്ടോ, എത്രയോ ആയിപ്പോൾ ഇതിവിടെ. കുറേ ആയി ആ ചട്ടിയിലുള്ളത്. ഒരു ചെമ്പരത്തിൻ്റെ ചട്ടിയിലാണുള്ളത്. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചാൽ അത് പോകില്ല. അതായത് തന്നെ ഇങ്ങനെ എന്നും നനക്കുന്നതിനെ കൊണ്ടാവും. അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ കായ്ക്കും ഇതാവും. എനിക്ക് എന്ത് ചമ്മന്തി പൊടിക്കാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറിച്ചുകൊണ്ടും. അതേ പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് വിത്ത് എടുത്തിട്ട് ഇതേപോലെ പാകിയിട്ടാലും മതി. എന്നാൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളകൊക്കെ, നമുക്ക് കുറേ മുളകിൻ്റെ ആവശ്യം ഇപ്പോൾ എന്തായാലും വീട്ടിലുണ്ടാവില്ലല്ലോ. പൊടിപ്പിക്കാനൊക്കെ അല്ല ഇപ്പോൾ കുറേ മുളക് ആവശ്യം ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഈ ഒരു പൂച്ചയുണ്ടല്ലോ, ഗർഭിണിയാണ് കേട്ടോ ആള്. എപ്പോഴും ഭയങ്കര ക്ഷീണമാണ്, പാവമാണ്. നമുക്ക് എന്താ പറയുക, പാവം തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഭയങ്കര വിശപ്പൊക്കെയാണ് അതിന്. പിന്നെ ഇവിടെ ഈ ഒരു കുഴിച്ചിട്ടൊക്കെ ഉണ്ടമുളകാണ്. ഈ ഒരു സൈഡിൽ ആ ഒരു കള്ളി ആക്കിയിട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ മല്ലി പാകിച്ചതാണ് കേട്ടോ. മല്ലിയാണ് അതിലുള്ളത്. ഇത് നല്ല എവിടുന്ന കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉണ്ടമുളകിൻ്റെ തൈയാണ് കേട്ടോ. പിന്നെ കണ്ടോ, ഈ ഒരു മുളകും എൻ്റെ കയ്യിലുള്ളതാണ്. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. അപ്പം ഈ ഒരു മുളകും ഇപ്പം നല്ല രസമായിട്ട് കായ്ച്ചിട്ടൊക്കെയുണ്ട്. ഇതിൻ്റെ ഒരു കസിന് എനിക്ക് തന്നതായിരുന്നു ഇതിന് വിത്ത് കേട്ടോ. പക്ഷെ ഇപ്പം നല്ല രസമുണ്ട്. ഇതിങ്ങനെ കായ്ച്ച് ഒരു പ്രത്യേക രസം അതിനെ കാണാൻ. എനിക്ക് ചെറിയ കുട്ടികളെ കാണാൻ നല്ല ഭംഗിയാന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ ഒരു മുളകിൻ്റെയൊക്കെ. മുളകായാലും പൂവായാലും ഒക്കെ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.